നമസ്കാരം, രാഗം രാധാകൃഷ്ണനാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ മയ്യനാട് എന്ന ഗ്രാമത്തിലാണ്. മയ്യനാട് വെള്ളാപ്പിൽ ജംഗ്ഷനിലാണ്. ഒരു വീട്ടുപേരാണ് ആ ജംഗ്ഷൻ്റെ പേരായി മാറിയത്. ഏകദേശം 1928 കാലഘട്ടത്തിൽ നിർമ്മിച്ച വീടാണ്. മയ്യനാട്ടിൽ നിന്ന് അഷ്ടമുടിയിലേക്ക് വാഹന സൗകര്യം, അതായത് പ്രൈവറ്റ് ബസ് സർവീസ് ആരംഭിച്ചതും ഈ വീട്ടിൽ നിന്നാണ്. അഷ്ടമുടിയിലും പ്രാക്കുളത്തേക്കും ഈ മയ്യനാട് കൊട്ടിയം റോഡിലും ആദ്യമായിട്ട് ബസ് സർവീസ് ആരംഭിച്ചതും ഈ വീട്ടിൽ നിന്നാണ്. 75 വർഷമാണ് ഈ റോഡിലൂടെ ബസ് സർവീസ് ആരംഭിച്ചത്. ഇവർക്ക് 75 വർഷം കഴിഞ്ഞപ്പോൾ മക്കളെല്ലാം വളർന്നു വലുത് പല പല മേഖലയിലോട്ട് മാറി. ഈ വീട്ടിലെ 8ാമത്തെ മകനാണ് അനിൽ ദേവ് ജയറാണി ദമ്പതികൾക്കാണ് ഈ വീടിൻ്റെ ഇപ്പോഴത്തെ അവകാശം. ഏകദേശം 100 വയസ്സാകാൻ പോവുകയാണ് ഈ വീടിന്. ഒരുപാട് പേരുടെ സ്വപ്നങ്ങൾ, ഒരുപാട് പേരുടെ ആഗ്രഹങ്ങൾ ജീവിത സഫലീകരിച്ച ഈ വീടാണ്. ഈ പഴമയുടെ ഈ വീട്ടിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. 4 കെട്ട്, നിറയും പറയും അറയും എല്ലാം അടങ്ങുന്ന ഒരു വീടാണ്. നിർഭാഗ്യവശാൽ നിങ്ങൾക്ക് ഈ വീടിൻ്റെ അകം ഒന്നും കാണിക്കാൻ പറ്റാത്തതാണ് നമ്മുടെ വിഷമം. ഇപ്പോഴത്തെ ഒരു സാഹചര്യം, തെക്കൻ കേരളത്തിലേക്ക് ഈ 100 വർഷം പഴക്കമുള്ള ഒരു വീടും ആരും സംരക്ഷിക്കുന്നില്ല. ഈ അടുത്ത കാലത്ത് കണ്ടുവരുന്നത് പഴമയുടെ ഇട പറഞ്ഞുകൊണ്ട് പുതിയ എലിവേഷനിൽ പുതിയ മോഡലിലെ വീട് വയ്ക്കുന്നതാണ്. ഈ അനിൽ ദേവും ജയറാണിയും മനസ്സ് വെച്ച് ഈ വീട് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് റിനോവേറ്റ് ചെയ്തതാണ്. ഈ റിനോവേറ്റ് ചെയ്ത ഇവർക്ക് ഈ വീട് സംരക്ഷിക്കാൻ കഴിഞ്ഞ ഇവർക്കാണ് നമുക്ക് കൊടുക്കേണ്ട ഏറ്റവും നല്ല ബിഗ് സല്യൂട്ട്. ഈ വീട് നിർമ്മിച്ചത് തന്നെ കണ്ണൻ മുതലാളിയാണ്. ഈ വീടിൻ്റെ അതേ പഴക്കം തന്നെ ഈ കസേരയിലുണ്ട്. കണ്ണൻ മുതലാളിയും മുൻ മുഖ്യമന്ത്രിയായിരുന്ന സി കേശവനൊക്കെ അതിയായ സൗഹൃദമായിരുന്നു. ചില ദിവസങ്ങളിൽ ഇവിടെ വന്ന് അന്തി ചർച്ചകൾ വരെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ അത്രത്തോളം ചരിത്രമുള്ള ഈ വീടാണ്. ഈ വീടിൻ്റെ ആ അകാര ഭംഗി തന്നെ മനുഷ്യന് പുളകിതമാകും. ഒരു AC ഇല്ലാതെ, ഒരു ഫാൻ ഇല്ലാതെ ഈ വീട്ടിൽ നമുക്ക് കിടന്നുറങ്ങാമെന്നുള്ളതാണ്. അതാണ് അന്നത്തെ തച്ച് ശാസ്ത്ര വിധിപ്രകാരം നിർമ്മിച്ച വീടുകൾ. മയ്യനാട് എന്ന ഗ്രാമത്തിൽ ഇനി വരുന്ന തലമുറയ്ക്ക് ഇത്രയും ഭംഗിയുള്ള ഒരു വീട് കാണുവാൻ കിട്ടുന്നത് തന്നെ ഒരു ഭാഗ്യമായി കരുതുന്നു. വെള്ളാപ്പിൽ വീട്ടിൽ നിന്ന് ക്യാമറാമാൻ രാധാശീലിനൊപ്പം രാഗം രാധാകൃഷ്ണൻ, പ്രസ് മലയാളം TV.